നമുക്കൊരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു കുട്ടീനെ നമുക്കൊരു 18 വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ ആക്ച്വലി അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. അവർ ഇൻഡിപെൻഡന്റ് ആവണ്ടേ അല്ലെ? എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവണം ലൈഫിൽ. എനിക്ക് സർപ്രൈസ് ആയിട്ട് തോന്നിയില്ലേ? ഞാൻ നോക്കിയപ്പോ എന്റെ മെയിൽ വേർഷൻ അതല്ല, ഇവൾ എന്റെ അടുത്ത് വന്ന് കഥ പറയുമ്പോഴേ ലൈക്ക് കാണിക്കാത്ത അത് ക്ഷീണോ വേണ്ട. ആർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴോ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുന്നത് അത് എന്തിനായിരിക്കും, എപ്പോഴായിരിക്കും? കൃത്യം പറഞ്ഞ രാത്രി 1:30. കാപ്പിയൊക്കെ കുടിക്കുന്ന രാവിലെ കാപ്പി കിട്ടുന്നില്ലല്ലോ. വെൽക്കം ടു ദ ഷോ. Thank you so much. പരിചയപ്പെടുത്തു, ഇത് ആരാണ്? ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ ട്വിൻ ആണ്. അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. അതെ, ഇത് ഞാൻ സമ്മതിക്കൂല. ഇത് കള്ളക്കളിയാണ്, കള്ളക്കളിയാണ്. ഇതൊക്കെ എവിടെ നമ്മളെ അപമാനിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ചാ നീ എന്താ എവിടെ പറഞ്ഞ അപമാനിക്കുന്നു. ആദ്യമേ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അഭിനയിക്കണം, സർപ്രൈസ് ഒക്കെ വരും. നിനക്ക് സർപ്രൈസ് ആയിട്ട് തോന്നിയില്ലേ? ഞാൻ ലിപ്സ്റ്റിക് ആക്കി എന്റെ മുഖത്ത്. എനിക്ക് തോന്നി നീ ഇപ്പുറത്തും കൂടെ ആക്കിയിട്ട് അത് ബ്ലഷ് ആക്കണം. എന്താണ് നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എവിടെ തുടങ്ങി? ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇത് ഫാമിലിയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് എന്റെ ഫാമിലി. ഇത് ഫാമിലി. ഇവര് ഫാമിലിയാണ്. എവിടുന്ന് എങ്ങനെ കിട്ടിയതാണ് ഈ ഫാമിലി മെമ്പേഴ്സിനെ? നല്ല ചോദ്യം. ഇത് കിട്ടിയത് ആദ്യം പറയാം. ഇത് മോർ ദാൻ 10 years. ഓ യെസ്. അങ്ങനെ വർഷത്തെ പരിചയം സഹിക്കോ? 10 വർഷം. അല്ല, ഇപ്പൊ ഈ അടുത്ത കുറച്ച് വർഷമായിട്ടാണ് കുറച്ച് അധികം സഹിക്കണത്. ഇവനെ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ കോമഡിയാണ്. ആക്ച്വലി എന്റെ സ്കൂൾ ഫ്രണ്ട് ആണ് ഇവന്റെ എക്സ് വൈഫ്. ശരിക്കും അങ്ങനെയാണ് ഞങ്ങൾ പരിചയം. പക്ഷെ പിന്നെ ഞങ്ങൾ കണക്ട് ആവുന്നതെന്ന് പറഞ്ഞാല് സജ്ന ചേച്ചിയുടെ ഡാൻസ് ടീമില് ചേച്ചിയുടെ കൂടെ സ്ഥിരമായിട്ട് ഷോ ഞാൻ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഹി വാസ് ദ വൺ ഹു വാസ് മാനേജിങ് ദ ഹോൾ ടീം. അങ്ങനെ ഞങ്ങള് ക്ലോസ് ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലാതെയും അതിനു മുമ്പും ഈ പറഞ്ഞ ആ ഒരു സ്കൂൾ ടൈം തൊട്ടേ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പക്ഷെ ഇത്രയും ഒരു ബോണ്ടിങ് വരുന്നത് ഐ തിങ്ക് സ്റ്റാർട്ട് മ്യൂസിക് വന്ന് തുടങ്ങിയതിന് ശേഷമാണ്. സ്റ്റാർട്ട് മ്യൂസിക്കിൽ അവൻ DJ ആയിട്ട് വന്നതിന് ശേഷം തൊട്ടുള്ള ഒരു ബന്ധമാണ്. ദൃഢബന്ധം. ഞാൻ നോക്കിയപ്പം എന്റെ മെയിൽ വേർഷൻ. അത് ഞാൻ ഇവളോട് എന്തെങ്കിലും സ്റ്റോറി പറയുമ്പോ ഇവള് ഇത് എനിക്ക് സംഭവിച്ചാണല്ലോ കുറച്ചാണ്. അതല്ല, ഇവൾ എന്റെ അടുത്ത് വന്ന് കഥ പറയുമ്പോഴേ ലൈക്ക് കറക്റ്റാ ഇതിങ്ങനെയാ. പിന്നെ ഞാൻ ഇവളെ ഉപദേശിക്കുമല്ലോ, എടി ഇങ്ങനെ ചെയ്ത് ശരിയായില്ലെന്ന് പറയുമ്പോൾ ആരാ ഉപദേശിക്കുന്നത്? നീ ഇതല്ലേ ഇതിന് മുന്നേ ചെയ്ത്. അതുപോലെ പറയൂ, വേറെ എന്തൊക്കെയാണ് ആരിൽ നിന്ന്? ഇവനെ ഇവളെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഇവന്റെയും കൂടെ. അതെ, ഇങ്ങനെ റിഫ്ലക്ട് ആണല്ലേ. വി ആർ പെർഫെക്റ്റ് പീപ്പിൾ. നമ്മൾ തമ്മിൽ അങ്ങനെ ഞങ്ങൾക്ക് ആരെയൊക്കെ ഒരു പ്രശ്നമില്ല. ആര്യ ഒബ്വിയസ്ലി അങ്ങനെയല്ലേ പറയാം. ഞങ്ങൾ രണ്ടുപേരും സിമിലർ ആണ് പല കാര്യങ്ങളിലും. സോ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ആര്യെ പറ്റി അത് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെയാണ്. ഷീ വിൽ ഡു ദ സെയിം തിങ് ടു മീ. സോ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആര്യ ആൾക്കാരെ ഹേർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. സോ ഷീ വിൽ ഗെറ്റ് ഹേർട്ട് ഹെർസെൽഫ്. എൻഡ് ഓഫ് ദ ഡേ ഒരാളെ ഹേർട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവൾ ഇങ്ങനെ ഹേർട്ട് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പറയും അത് വേണ്ട കളിയാ, നീ പറയാനുള്ള പറഞ്ഞ് ലൈക്ക് യു ജസ്റ്റ് ഇല്ല, അത് ഹേർട്ട് ആവും. അപ്പൊ നിങ്ങൾ ഇത്രയും ഫ്രണ്ട്സ്, ശരി എനിക്ക് ശരിക്കും എന്താ പറയാ ടച്ച് പൊടി കേട്ടോ ആര്യായിരിക്കും. നല്ലൊരു ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ സപ്പോർട്ടിങ് സിസ്റ്റം ഉള്ളപ്പോഴേ ഇവരെല്ലാരും കൂടെ ചേർന്ന് ആര്യക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴോ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുന്ന അത് എന്തിനായിരിക്കും, എപ്പോഴായിരിക്കും? ഇഷ്ടം പോലെ ഇന്നലെ രാത്രി രാത്രി വരെ ഇന്നലെ രാത്രി വരെ കൃത്യം പറഞ്ഞ രാത്രി 1:30
ആ സമയത്തൊക്കെ എന്ത് സംഭവിക്കുക? അല്ല അതാണ് അതിപ്പോ ഞങ്ങള് കുടുംബമാണല്ലോ. ഫാമിലി പറഞ്ഞല്ലേ, ഫാമിലി അല്ലേ, പല സ്ഥലത്തുനിന്നും വരുന്ന പല സ്വഭാവമുള്ള പല ടൈപ്പ് ആൾക്കാരാണല്ലോ, പ്രോബ്ലംസ് ഉണ്ടാകുന്ന ആക്ച്വലി ഞങ്ങളുടെ അപ്പാർട്ട്മെന്റില് നാളെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ നടക്കും. അപ്പൊ ഞങ്ങൾ കരോൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ മോന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. 12-ന് ഇവള് കേക്കൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞു. ഒരു പ്രശ്നം വരുന്നു, അത് നമ്മൾ ഫേസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഇന്നലെ രാത്രി. യെസ് ഓഫ് കോഴ്സ്. അതുപോലെ പല സിറ്റുവേഷൻസും ഇവരാണ് എന്റെ ഷീൽഡാണ്. മറ്റേ അവെഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്നത് എനിക്കൊന്നും പറയേണ്ട ആവശ്യം വരാറില്ല. ഓക്കെ, വേറൊരു ചെറിയ, ഇപ്പൊ നിങ്ങളെ ഇരുത്തിക്കൊണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്കാണല്ലോ ആര്യനെ ഇൻ ആൻഡ് ഔട്ട് അതേപോലെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഞാനൊരു 3-4 കാര്യങ്ങൾ പറയാം. അതില് ആയിരിക്കും ഇത് ചെയ്യാം. ആര്യ അത് തന്നെയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും കൈ റേസ് ചെയ്യാം. അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണോ? നിങ്ങളും പറയണം, ആര്യം പറയണം. ആര്യ പോസിറ്റീവ് ആണോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇവിടെ ഹാഫ് പൊക്കി, അവിടെ പൊക്കിട്ടേ ഇല്ല. താത്തി അവിടെ പൊക്കാത്തോണ്ടൊക്കെ താത്തിയോ? അതുകൊണ്ടാണ്. എന്നാലും സിബിൻ എന്തുകൊണ്ടായിരിക്കും ഇവിടം വരെ കൈ റേസ് ചെയ്തു? ഇടയ്ക്കിടയ്ക്ക് ചെറിയ പുറത്ത് കാണിക്കില്ല, ബട്ട് ഇന്നർ ഇല്ല. അതെപ്പോഴും നമുക്കൊരു കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ഷീ വോണ്ട് ടോക്ക്, പറയില്ല, സംസാരിക്കില്ല, എക്സ്പ്രസ് ചെയ്യില്ല, പക്ഷെ എനിക്കറിയാം. കാരണം ഞാനും അങ്ങനെ ആയതുകൊണ്ട് എനിക്കറിയാം. ഷീ ഈസ് പൊസസീവ്. ഇല്ലല്ല, നീ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ ഇപ്പൊ പറഞ്ഞു. മോളുടെ കാര്യത്തിൽ എനിക്ക് അവൾ എക്സ്പ്രസ് ചെയ്യില്ല, ബിക്കോസ് നേരത്തെ പറഞ്ഞ സാധനം ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്ത് ഇയാൾ ഹേർട്ട് ആവണ്ട, അതുകൊണ്ട് അവൾ എക്സ്പ്രസ് ചെയ്യില്ല. ബട്ട് ഇന്നർലി ചെറിയ രീതിയിലാണ്, ചെറിയ അതുകൊണ്ട് ഇത്രയും മുഖ്യം. സംടൈംസ് ലേസി അപ്പോഴേ പോയി ആണോ? ഇവരാരും പറയുന്നില്ലല്ലോ കാര്യം. ഞാൻ കണ്ടിട്ടില്ല ഇവള് മടി പിടിച്ചിരിക്കുന്നത്. പണിയെടുക്കും ആണല്ലേ? കട്ടയ്ക്ക് പണിയെടുത്തോണ്ടേയിരിക്കും. നീ മടി പിടിച്ചിരിക്കുന്നു പറയുന്ന സമയം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ഗൈസ്. അതെ അതെ, അത് മടിയല്ല. പിന്നെ നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കൂലേ, ലൈക്ക് ഒരു വർക്ക് കറക്റ്റ് ഇത്ര സമയം വർക്ക് ചെയ്യുക, ഇത്ര സമയം ഉറങ്ങുക, അങ്ങനത്തെ ഷെഡ്യൂളിലുള്ള ആളല്ല. ലൈക്ക് ഈവൻ ഇഫ് she finishes her work by 9 o'clock, she'll go to the shop, she'll do the live, she'll finish all that work there, then she comes back by like 2 or something. ചിലപ്പം പിന്നെ രാവിലെ എണീക്കുന്നത് ലേറ്റ് ആവുമായിരിക്കും. അതിന് നമുക്ക് ലേസി ഒന്നുമല്ല, റെസ്റ്റ് എടുക്കുന്ന സമയം. ഷീ ഈസ് നോട്ട് ലേസി. അപ്പൊ ആർക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക? അത് മേ ബി ബിക്കോസ് യു ഡോണ്ട് വർക്ക് ഔട്ട് റെഗുലർലി, അങ്ങനത്തെ ഇതാണോ പറയുന്ന ആസ്പെക്ട്. തോന്നാറുണ്ട് ചില സമയത്തൊക്കെ ഞാനിങ്ങനെ എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചിലപ്പോ എനിക്ക് മടി വരാറുണ്ട്. അതായത് ചിലപ്പോ എനിക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ചിലപ്പോ ഒരു കോഫി കുടിക്കണം തോന്നും, പക്ഷെ അത് എണീറ്റ് പോയി ഇടാനുള്ള മടി. അപ്പൊ ഞാൻ അവിടെ ആരാണോ തൊട്ടടുത്തുള്ളത് പറയും ഒരു കോഫി, അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്കുണ്ട്. അത് ക്ഷീണം വേണ്ട, അത് അവരങ്ങനെ ഞാൻ ഫുൾ ടൈം റെസ്റ്റാ. ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ്. ഇവൻ താഴെ ഇരുന്നിട്ട് മേലെ വിളിച്ച് ചേച്ചി ഒരു ചായ ഇട്ടിട്ട് കൊണ്ടുവരുമോ? നിങ്ങൾ എല്ലാവരും ഒരേ ഫ്ലാറ്റിൽ തന്നെയാണ്? എന്റെ വീട്ടിൽ നിന്നാണ് രാവിലെ, അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ ചോദിച്ചു നീ രാവിലെ എങ്ങോട്ട് ഇറങ്ങി പോവാന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങുമ്പോ ഇവ പതുക്കെ ഉറക്കൊക്കെ എണീറ്റ് ഇങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നീ എവിടെ പോവാ? അത് എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്, ഞാൻ റെഡി ആവാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഇങ്ങോട്ടാന്ന് എനിക്ക് ഇവിടെ ഡോർ ഇറങ്ങിയ പിന്നെ ഞാൻ എന്റെ ഫാസ്റ്റ് കട്ട് ഇറക്കി. ഞാനും രാവിലെ കണ്ടു, ഞാൻ താഴെ പോയി കുഞ്ഞിനെ ബസ് കയറ്റി രണ്ടുപേരെയും കൂടെ ബസ്സിലാക്കിട്ട് വന്ന്. ഓക്കെ, പിന്നെ എത്രത്തോളം ഭയങ്കര ചൈൽഡിഷ് ആണോ ആര്യ? ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കിപ്പോ സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി അയ്യോ ഇത് ഭയങ്കര വിവാദം ഉണ്ടാക്കിയ സംസാരമാണ് ബിഗ് ബോസില്. മനഃപൂർവ്വം ക്യൂട്ട്നെസ് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആണോ? she has a different language with kids and even with dogs. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാൻ, നല്ല രസമുള്ള. അത് എവിടെന്നോ വരുന്നതാ, അത് നാച്ചുറലി ഉള്ളതാണ്, ഉണ്ടാക്കി പറയണതല്ല. പക്ഷെ അത് ഷോയില് വരുമ്പോ എല്ലാരും അങ്ങനെ ചിന്തിക്കുള്ളൂ, ഓ ക്യൂട്ടാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. പക്ഷെ ഇത് ഞാൻ ചോദിച്ചപ്പോ തന്നെ ഫസ്റ്റ് കൈ ഒരു ഡൗട്ട് ഇല്ലാണ്ട് പെട്ടെന്ന് അതും ഫുൾ കൈ റേസ് ചെയ്തു സിവിൻ. അതെന്താ അങ്ങനെ തോന്നിയത്? അല്ല അങ്ങനെയാണ് ചില സമയത്ത് ബിഹേവിയറും സംസാരവും പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ. അപ്പൊ ചില സമയത്ത് നമുക്ക് കുട്ടിക്കളി നമുക്ക് ഒരു പരിധി വരെ നല്ലതാണ്, നമുക്കത് ക്യൂട്ട് ആയിട്ട് തോന്നും. പക്ഷെ അറ്റ് ടൈംസ് ചില സിറ്റുവേഷനിൽ കുട്ടിയായിട്ട് ആ ഒരു കുട്ടിക്കളി അല്ലെങ്കിൽ ആ ഒരു ചൈൽഡിഷ് അപ്രോച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിൽ അത് സെറ്റ് ആവൂല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നീ ഇതുപോലെ ഇത്ര ചൈൽഡിഷ് ആയിട്ട് ഇല്ല അങ്ങനെ അല്ലല്ലോ, നെവർ നെവർ നെവർ. ഇല്ല ഇത് ലെഷർ ടൈംസിലോ അല്ലെങ്കിൽ ചുമ്മാ ഫൺ പരിപാടിയിലോ
രീതിയിൽ But when it comes to lip, she's കാര്യങ്ങളൊക്കെ very, വരുമ്പോഴത്തേക്കും very ഒരു serious. childishness ഒന്നുമില്ല. എല്ലാം ആൻഡ് ഷീ കോൾസ് കുഷി. what do you call കുഷി? ആ, എന്താ വിളിക്കണ കുഷീനെ വിളിക്കണ ഞാൻ വിളിക്കാറില്ല ഇടക്ക്, അമ്പുടുക്കു ശുംബുടു. അങ്ങനെ വിളിക്കും. അതാരെ ഈ കുഷിയാര്? മോള് കുഷേന്റെ മോളാ. ഓ, okay. ആ, ഇവിടെ okay. കുശുങ്കുടുക്കും അപ്പം ഞാനും തൂക്കി. ഞാനും മെസ്സേജ് അയക്കുമ്പോ അങ്ങനെ ചോദിക്കാം ശുംബുടെ എവിടെ, അമ്പുടുക്കു ശുംബുടു. അങ്ങനെ വിളിക്കും. അല്ലാതെ when it comes to life അല്ലെങ്കിൽ സീരിയസ് മാറ്റേഴ്സ് ഡിസിഷൻസിലൊന്നും അങ്ങനെ very ചൈൽഡിഷ്. വേറെ മോഡ്, അന്യൻ മോഡാണ്. ഭയങ്കര അങ്ങ് മാറിക്കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഓൾറെഡി പറഞ്ഞു അല്ലേ? അതും ഷിബില I യോജിക്കുന്നില്ല don't think ഇതിനോട്. she's emotionally weak. She's sensitive. കാണിക്കാത്തതാണ് ചേച്ചി, ഇവള് ഭയങ്കര വീക്ക്. No, she's not emotionally weak. I don't agree. ഇവള് ചുമ്മാ ബിൽഡപ്പ് പിടിക്കുന്നത് ഭയങ്കര വീക്കാണ്. She's not emotionally നമ്മൾ weak, കഥ but അടയ്ക്കുന്ന ഒരു she's സെറ്റ് sensitive. മറ്റേ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഐ എം വെരി സ്ട്രോങ് എന്ന് പറഞ്ഞ കഥ അടച്ച് എന്തല്ലേ അതിന് ഇമോഷണലി വീക്ക് എന്നാണോ പറയാ? പിന്നെ എന്താ പറയണ്ടേ? That is emotionally weak. ഇവള് ഭയങ്കര സീനാണ്. അതിന് സെൻസിറ്റീവ് എന്നല്ലേ പറയാ? സെൻസിറ്റീവ് അത് She തന്നെയാണ്. is sensitive, I agree, but she's not emotionally weak. Yeah. ഓക്കെ, വേർ ഇസ് ദ ഇംഗ്ലീഷ് ടീച്ചർ? അല്ല, ഇംഗ്ലീഷ് ടീച്ചറിനെ വിളിക്കും. ഇമോഷണലി ഇമോഷണലി വീക്ക് ആവുന്നോണ്ടാണ് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുന്നോണ്ട് ഈ രണ്ട് ഭയങ്കര ഇംഗ്ലീഷിൽ ഇപ്പം She's sensitive, but I don't think she's emotionally. ഇമോഷണലി വീക്ക് ആണ്, പുറത്ത് കാണിക്കാതാണ്. ഷീസ് വീക്ക് ആക്ച്വലി, ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഈ പറഞ്ഞ ഈ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാകുന്ന റീസണും ഇമോഷണലി വീക്ക് ആയതുകൊണ്ടാണ്. അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. ആക്ച്വലി ഞാൻ രമേശ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ രണ്ട് എക്സ്ട്രീമാണ്. ഞാൻ ഇമോഷണലി സ്ട്രോങ്ങുമാണ് വീക്കുമാണ്. സ്ട്രോങ് ആണെങ്കിൽ ഞാൻ അപ്പുറത്തെ ബോൾഡാണ്, വീക്ക് ആണെങ്കിൽ ഞാൻ ഒടുക്കത്തെ weak ഭയങ്കര ആണ്. വീക്കാ. എല്ലാ എക്സ്ട്രീംസും എനിക്ക് അവിടെ യൂഷ്വലി ഉണ്ടായിരുന്ന ഒരു ഡൗൺഫോൾ എന്ന് പൊങ്ങി വന്നിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരു പരിധിവരെ കാണുന്നുണ്ട്. അത് വെച്ച് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഷീസ് ഇമോഷണലി വീക്ക്. ഷീസ് സെൻസിറ്റീവ്. ആ സെൻസിറ്റിവിറ്റി കാരണം ചില കാര്യങ്ങൾ തെറ്റാന്ന് അറിഞ്ഞിട്ടും ചിലപ്പം ചെയ്തിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ ഇത് ശരിയാണ് പക്ഷെ ഇതിപ്പോ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവാം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷീസ് വീക്ക് ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഷീൽ ബി സിറ്റിംഗ് ഹിയർ റൈറ്റ്. ഓക്കെ ഓക്കെ ഗുഡ്. നെക്സ്റ്റ് വൺ, ഓവർ കെയറിങ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ആണോ? ആ, അതായത് കെയറിംഗ് ആണ്, പക്ഷെ അതെങ്ങനെ ഓവർ കെയറിംഗ് ആവണമെന്ന് വെച്ചാല് എല്ലാവരെയും അവളിങ്ങനെ എല്ലാവർക്കും എല്ലാം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് നിൽക്കും. ആസ് എൻ ഫാമിലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. പിന്നെ ഷീസ് ദ പ്രൊവൈഡർ. ഞാൻ പൊക്കി. ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയത്. മനസ്സിലായി? ഇങ്ങനെ പ്രൊവൈഡർ ആയിട്ട് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അവര് പണിയെടുക്കില്ല. നമ്മൾ ഹാവ് ടു ബി എ പ്രൊവൈഡർ ഫോർ ലൈഫ് ടൈം അല്ലേ? നമ്മൾ കൊടുത്തോണ്ടിരുന്ന നമ്മൾ കൊടുത്തോണ്ടേ. അതാണ് ഓവർ കെയറിംഗ്. ഇൻ ദാറ്റ് ടേംസ് എങ്ങനെ സാധിക്കുന്നു? ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാണല്ലേ? സൈക്കോളജിസ്റ്റ് ആണ്, ഞാൻ മറന്നുപോയി. കൂടെ ഇല്ല, ഇതിലെ കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. സൈക്കോളജിസ്റ്റ് ആണോ? അതിന്റെ കുഴപ്പമാണ്, ഭയങ്കര ബുദ്ധിയാണ്. മുടിയെ കൂടുതലൊന്നും പറയാം. അല്ല, അപ്പൊ സിബിൻ എന്തുകൊണ്ട് ആദ്യം ഒരു ഡൗട്ട്ഫുള്ളിൽ നിന്നു, പിന്നെയാണ് അല്ല ചേച്ചി, സൈക്കോളജിസ്റ്റ് എന്നെ ഉണർത്തി. എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന്. അല്ല എന്താ ദാറ്റ്സ് റീസൺ. ഞാൻ ഇപ്പൊ പറഞ്ഞ ചേച്ചി പറഞ്ഞ റീസൺ നമ്മൾ പ്രൊവൈഡർ ആണ്. അപ്പം ചില കാര്യങ്ങൾ നമുക്കൊരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു കുട്ടീനെ നമുക്കൊരു 18 വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ ആക്ച്വലി അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. അവർ ഇൻഡിപെൻഡന്റ് ആവണ്ടേ അല്ലെ? എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവണം ലൈഫിൽ. അപ്പൊ അതിന് നമ്മൾ ഒരു സ്പേസ് കൊടുക്കണം. നമ്മള് നീ പട്ടിണി കിടന്നു, പട്ടിണി കിടന്നവൻ പഠിക്കട്ടെ, അങ്ങനെ ചെയ്യില്ല. ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് മാറി ചേഞ്ച് കൂട്ടാക്കുന്നേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി 1:30 സംസാരിച്ച വിഷയം ഇതായിരുന്നു. എന്തുകൊണ്ട് ആരും ഇവരൊക്കെ ഇത്രയും സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവരൊക്കെ വളരെ ട്രൂ ആയിട്ടാണ് പറയണത്. ഇപ്പൊ നമ്മൾ കോൺഷ്യസ് ഒരു എഫേർട്ട് എടുക്കണ്ടേ? കോൺഷ്യസ് എഫേർട്ട് എടുക്കാൻ എന്റെ മനസ്സ് ഇനി എടുക്കണോ? കാലല്ലി കുടിക്കും. ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് നന്നാക്കിപ്പിക്കും അല്ലേ? ഇന്നലെയൊക്കെ ആസ്തരമായി കാലല്ലി കുടിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, രാത്രി ജീവിയാണോന്ന്? ആണ്, രാത്രി ജീവിയാണ്. ആണ്. നിങ്ങളൊക്കെ ഞങ്ങൾ കുടുംബത്തോടെ രാത്രിക്കാണ് ഉഷാർ. ഡിസ്കഷൻ ഒക്കെ. അതുകൊണ്ട് അവള് റൂമൊക്കെ നല്ല ഇരുട്ടാക്കി വെച്ചേക്ക്, അതായത് നമുക്ക് പകലും കിടന്നുറങ്ങാനുള്ള സെറ്റപ്പിലാണ് ഫുൾ ചെയ്തോണ്ടിരിക്കണത്. ഓക്കെ, അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ഇവിടെ വന്നത് കൊണ്ട് ആര്യയുടെ ഇനി ഒന്നുമില്ല, ഞാൻ ഇനി എനിക്ക് എഴുതാം, അതുപോലെ കാര്യങ്ങളെല്ലാം ഭയങ്കര സെറ്റാക്കി. എന്തായാലും ഒരുപാട് ആര്യം ലക്കിയാണ്, അതേപോലെ നിങ്ങളും ലക്കിയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു ഇത്
എന്താ പറയാ ഇയേഴ്സ് നിങ്ങളുടെ കാലം വരെ ഫുൾ നിങ്ങൾക്ക് ഇതേപോലെ ഹെൽത്തി ആൻഡ് ഹാപ്പി ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് പോകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. so much. Thank you so much. Thank you so much, milestone makers.